ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ MCQ ആയിട്ടാണ് പോകുന്നത്. ഇത് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്കറിയാം. ആ പ്രോപ്പർട്ടീസിൻ്റെ 2 വീഡിയോ. കാരണം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷൻസ് ഉണ്ടാവും. അപ്പം 2 ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറച്ച് ഡ്യൂറേഷനുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ പഠിക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അടുത്ത വീഡിയോയിൽ അഡ്ജോയിൻറ്റിൻ്റെ ഇൻവേഴ്സിൻ്റെയും പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അതായത് ഒരു മെട്രിക്സിനെ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ്സ് ഡിറ്റർമിനന്റ് 0. അപ്പോൾ ഒരു മെട്രിക്സ് ഇപ്പം 2 1 0 3 ഇത് സിംഗുലർ മെട്രിക്സ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്? ഈ മെട്രിക്സ് സിംഗുലർ ആണോ നോക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഡിറ്റർമിനന്റ് 0 കിട്ടുവാണെങ്കിൽ ഇത് സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കെ കൊടുക്കും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദിസ് മെട്രിക്സ് ഇസ് സിംഗുലർ? അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് 2 1 k 3 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 2 3s are 6 minus k equal to 0. therefore k equal to 6. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മെത്തഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ MCQന് ചോദിക്കാം ഈ ടൈപ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ k ഇൻറ്റു എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ k റേസ് ടു n ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ആദ്യം പറയുവാണ് കേട്ടോ. കാരണം ഇത് ഡിറ്റർമിനൻ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അതൊക്കെ കുറച്ച് ഡിലീറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച ഒരു പ്രശ്നമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചോ, ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പം 3 1 4 1 2 3 1 4 1 ഈ 3 മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? എല്ലാവരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എല്ലാ 9 എലമെൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് കോമൺ എടുക്കുകയെന്ന് വെച്ചോ. വരുന്നത് 3 6 12 3 9 0 9 6 12 ഇങ്ങനെ ഒരു മെട്രിക്സിനകത്തുനിന്ന് നിങ്ങൾക്ക് 3 ഔട്ട്സൈഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 4 1 3 0 3 2 4 എന്നാണ്. ഇത് മെട്രിക്സിനകത്ത് നിന്ന് ഔട്ട്സൈഡ് എടുക്കുവാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഒരു ഡിറ്റർമിനൻ്റ് ആക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കും. ഇതല്ല റൂള്. ശ്രദ്ധിച്ചോ, ഡിറ്റർമിനൻ്റ് ആക്കുന്ന അകത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല പുറത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂള് ഡിഫറെൻ്റ് ആണ്. ആ റൂൾ അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇവിടുന്ന് നിങ്ങൾ 3 ഔട്ട്സൈഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ 3 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 1 2 4 ബാക്കിയൊക്കെ അതുപോലെ ഇരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നിന്ന് ഔട്ട്സൈഡ് എടുക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടുന്ന് എടുക്കണം, ഇവിടുന്ന് എടുക്കണം, ഇവിടുന്ന് എടുക്കണം. അപ്പോൾ ആക്ച്വലി 3 സ്ഥലത്തുനിന്ന് നമ്മൾ എടുക്കുവാണ്. 3 റേസ് ടു 3 വരും. 3 × 3 × 3 എന്നാലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? എല്ലായിടത്തും 1 2 4 ഇവിടുന്ന് പോയാലോ 1 3 0 ഇവിടുന്ന് പോയാലോ 3 2 4 എന്ന് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഡിറ്റർമിനൻ്റിനകത്ത് നിന്ന് k ഔട്ട്സൈഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? k റേസ് ടു n വരും. n എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് മെട്രിക്സ്. n എന്ന് വെച്ചാൽ ഓർഡർ. ഇവിടെ 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ 3 എന്താണ്? ഇവിടെ ഓർഡർ ആണ്. മനസ്സിലായി പോകണം കേട്ടോ. n എന്ന് വെച്ചാൽ ഓർഡർ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു സാധനം കുറേ ഡിലീറ്റ് ചെയ്തപ്പോൾ പോയ പ്രശ്നമാണിത്. കുഴപ്പമില്ലേ? ഇപ്പോൾ മനസ്സിലായില്ല കാര്യം. അപ്പോൾ ഡിറ്റർമിനൻ്റിനകത്ത് നിന്ന് k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ kയുടെ പവർ എന്തായിട്ട് വരും? ആ മെട്രിക്സിൻ്റെ ഓർഡർ വരും. പിന്നെ a ട്രാൻസ്പോസിൻ്റെയും എയുടെയും ഡിറ്റർമിനൻ്റ് എപ്പോഴും സെയിം ആയിരിക്കും. നിങ്ങൾ എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഒരു മെട്രിക്സ് ഉണ്ട്, ഏതെങ്കിലും മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. അതിനെ തിരിച്ചിട്ട് കണ്ടുപിടിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. ഒരു മെട്രിക്സിനെ നിങ്ങൾ ട്രാൻസ്പോസ് എടുത്ത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി എന്താണ്? എ ബിയുടെ ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് എങ്ങനെ കാണാം? എയുടെ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ബിയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അടുത്തെന്ന് വെച്ചാൽ എ റേസ് ടു എന്നിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു മെട്രിക്സിൻ്റെ സ്ക്വയർ എടുത്ത ഡിറ്റർമിനൻ്റ് കണ്ടാലും
ഡിറ്റർമിനന്റ് കണ്ടിട്ട് സ്ക്വയർ കണ്ടാലും ആൻസർ സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മെട്രിക്സിന്റെ ക്യൂബ് എടുത്ത് ഡിറ്റർമിനന്റ് കണ്ടാലും ആ ഡിറ്റർമിനന്റ് കണ്ടിട്ട് ക്യൂബ് എടുത്താലും ആൻസർ സെയിം ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇത് വെച്ചുള്ള MCQs നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If A is a square matrix of order 3 by 3 such that determinant of A is equal to 8, then 3A. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആൻസർ ആണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചോ. നമുക്ക് 3A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 3 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? മെട്രിക്സിൻ്റെ ഓർഡർ 3 by 3 ആണ്. അപ്പോൾ ഇവിടെ ക്യൂബ് എന്ന് വരും. ഓക്കെ, 3 ക്യൂബ് എത്രയാ? 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വെച്ചാൽ 8. അപ്പോൾ 27 ഇൻറ്റു 8 എത്രയാണെന്ന് ചെയ്യുക, എന്നിട്ട് ഏതാണ് ആൻസർ എന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഓക്കെ, ഇത് കുറച്ച് ഡിലീറ്റ് ആയിപ്പോയി ക്വസ്റ്റ്യൻ്റെ. ഇത് ഓക്കെ, നമുക്കത് ഡിലീറ്റ് ആയിപ്പോയി. ഇതുള്ളത് വെച്ച് ചെയ്യാം. അത് എനിക്കൊന്ന് 3 by 3 മെട്രിക്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3AB വാല്യൂ കാണണമെന്നാണ് ക്വസ്റ്റ്യൻ. 3AB ഇതിനെ ഔട്ട് സൈഡ് എടുക്കാമല്ലോ. ഇത് 3 by 3 മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ 3 വരും. ഓക്കെ, ബാക്കി ഡിറ്റർമിനന്റ് ഓഫ് AB, മോഡല്ല, സോറി, ഡിറ്റർമിനന്റ് ഓഫ് AB. അപ്പോൾ 27 ഇൻറ്റു A ഇൻറ്റു B എന്ന് വരും. അപ്പോൾ 27 ഇൻറ്റു A എത്രയാ? 5, B എത്രയാ? 3. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അത് 2 by 2 ആണെങ്കിൽ ഇവിടെ 2 വരും കേട്ടോ. അപ്പോൾ അത് സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ കുറച്ച് കട്ടായിപ്പോയി. അപ്പോൾ 2 by 2 ആണോ 3 by 3 ആണോന്ന് കട്ടായിപ്പോയി കേട്ടോ. ഇത് നോക്കാം. നെക്സ്റ്റ്. ലെറ്റ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ 3 by 3 മെട്രിക്സ് ബി 6. അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, അറിയില്ല, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് 6 ആണ്. ആൻഡ് ബി ബി എ മെട്രിക്സ് ഗിവൺ ബൈ ബി ഈസ് ഈക്വൽ ടു 5A². അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എത്രയാ? 6. ആ മെട്രിക്സ് എ ആണ് കേട്ടോ. ഒരു മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഡിറ്റർമിനന്റ് 6 ആണ്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ വന്നിരുന്നത് ബി ഈസ് ഈക്വൽ ടു 5A². അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ബി കണ്ടുപിടിക്കാം. സിമ്പിളാണ്, നമുക്കിവിടെ ഡിറ്റർമിനന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? 3 by 3 മെട്രിക്സ് ആണ്. അപ്പോൾ 5 ക്യൂബ് A² എന്ന് വരും. അപ്പോൾ A² വേണേലും ഔട്ട് സൈഡ് എടുക്കാൻ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 5 ക്യൂബ് എന്ന് വെച്ചാൽ 125. A എന്ന് വെച്ചാൽ എത്രയാണ്? ഡിറ്റർമിനന്റ് ഓഫ് A എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. 125 ഇൻറ്റു 36 ആൻസർ കിട്ടും. ഇത് പോസ് ചെയ്ത് ചെയ്യണേ, ഞാനിങ്ങനെ ഓടിച്ചു വിടുവാണ്, നിങ്ങൾ പക്ഷെ പോസ് ചെയ്തിട്ട് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, മെട്രിക്സിൻ്റെ MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് MCQ ആയിട്ട് തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 2 മാർക്സിനോ 3 മാർക്സിനോ ചോദിക്കാം. ഓക്കെ, ഇവിടെ ഈ ഡിറ്റർമിനന്റ് ഓഫ് A² ഈക്വൽ 25. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ, ഇത് ഡിറ്റർമിനന്റ് അല്ല കേട്ടോ. കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? കെയുടെ മോഡുലസ് ആണ് കേട്ടോ. മെട്രിക്സിന് ഇങ്ങനെ വരുമ്പോഴാണ് മീനിങ് എന്ത്? ഡിറ്റർമിനന്റ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? മോഡുലസ് ആണ്. അപ്പോൾ അതോടെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്, അപ്പോൾ 5K മൈനസ് ഇങ്ങനെ എടുക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ എടുക്കും കേട്ടോ. 0 ഇൻറ്റു, അപ്പോൾ അത് 0 ആയിപ്പോയേ, പ്ലസ് 0 ഇൻറ്റു 0 ആയിപ്പോയി. അപ്പോൾ ആൻസർ എത്രയാണ്? 25K. ഡിറ്റർമിനന്റ് ഓഫ് A എത്ര കിട്ടി? 25K. അപ്പോൾ തന്നിട്ടുണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ക്വയർ എത്രയാണ്? 25 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് എ എത്ര? 25K. അപ്പോൾ 25Kയുടെ സ്ക്വയർ ആണ് 25.
അപ്പോൾ 625 കെ സ്ക്വയർ ആണ് 25. അപ്പോൾ കെ സ്ക്വയർ എന്ന് വെച്ചാൽ 25/625, അതായത് 1/25 കെ സ്ക്വയർ. അപ്പോൾ കെ എത്രയാ +or-1/5. പക്ഷെ നമുക്കിവിടെ മോഡുലസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ 1/5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെയാണ് ചിലപ്പോൾ കൂടുതൽ മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ MCQ-നായിട്ട് പഠിക്കണം എന്നില്ല. ഇത് ഒരു ക്വസ്റ്റ്യൻ തരാം. ദ മാക്സിമം വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് മാക്സിമം വാല്യൂ എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ ഞാൻ ഇച്ചിരി എഴുതുവാണ്, എന്നിട്ട് അത് സ്പീഡാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ -sin θ cos θ എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ × 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 sin θ cos θ എന്തിൻ്റെ ഫോർമുലയാണ്? sin 2θ. ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ മാക്സിമം വാല്യൂ. ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങളെന്നെ ഞാൻ ചെയ്ത് നോക്കിയിരിക്കരുത്. നിങ്ങളൊന്ന് സോൾവ് ചെയ്യണം. നിങ്ങൾ ഈ സ്റ്റെപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇതിലേതാണ് -sin 2θ/2ൻ്റെ മാക്സിമം വാല്യൂ? സിമ്പിളാണ്, നോക്കി. ഈ sin 2θയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങേയറ്റം പോയ 1 ആണ്. മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്. അല്ലേ? sin θയുടെ ആണെങ്കിലും sin 2θയുടെ ആണെങ്കിലും അങ്ങേയറ്റം പോയ എത്രയാണ്? 1 ആണ്. അല്ലേ? ഇനി നമുക്ക് /2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1/2 -1/2 എന്ന് കിട്ടും. ഇനി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സിമ്പിൾ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ സിമ്പിൾ തിരിഞ്ഞു വരും. അപ്പോൾ ഇത് പോസിറ്റീവാവും, ഇത് നെഗറ്റീവാവും, ഇത് തിരിഞ്ഞു വരും. അല്ലേ? അപ്പോൾ മാക്സിമം വാല്യൂ എത്രയാണ്? അപ്പോഴും 1/2 ആണ്. മാക്സിമം വാല്യൂ എത്രയാ? 1/2. ഇത്രയേ ഉള്ളൂ. വേണ്ട, അടുത്തത്. ലെറ്റ് a is equal to where θ is between 0 and 2π, then ഇതിലേതാണ് ശരി? ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ ഇതിൽ ഏതിൻ്റെ ഇടയ്ക്കായിരിക്കുന്നത്? ഇതൊന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക കേട്ടോ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കണേ. 2 + 2 sin² θ എങ്ങാണ്ട് കിട്ടും. ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഇത് ജസ്റ്റ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇതേ ഇൻറ്റു സംഭവം ചെയ്യാം. ഇതിൻ്റെ വാല്യൂ ഏതിൻ്റെ ഇടയ്ക്കായിരിക്കും? ഈ 2 + 2 sin² θയുടെ വാല്യൂ എവിടെയായിരിക്കും? sin θയുടെ വാല്യൂ എവിടെയാണ് മക്കളെ? sin θയുടെ വാല്യൂ 1ൻ്റെയും -1ൻ്റെ ഇടയ്ക്ക്. അപ്പോൾ സ്ക്വയർ എടുത്താലോ? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഇതിൻ്റെ ഒക്കെ സ്ക്വയർ പോയി. നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്തായി മാറും? പോസിറ്റീവായി മാറും. അപ്പോൾ നമുക്ക് എവിടെ തൊട്ടേ ഉള്ളൂ? 0 തൊട്ടേ ഉള്ളൂ. ഇത് ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സാധനം കേട്ടോ. എക്സാമ്പിൾസ് ആയത്. ഈ -1ൻ്റെ സ്ക്വയർ എന്താവും? 1 വരും. എല്ലാത്തിൻ്റെ സ്ക്വയർ ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, പോസിറ്റീവിലോട്ട്. sin² ആയി. നമുക്ക് 2 കിട്ടണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഒരു +2 കൂടി വേണം. അപ്പോൾ എല്ലാത്തിനോടും +2 കൂട്ടിക്ക്. 2 sin² ഉണ്ടേ. അല്ല, അപ്പം ഇതിൻ്റെ വാല്യൂ ഏതിൻ്റെ ഇടയ്ക്കാ? 2ൻ്റെയും 4ൻ്റെ ഇടയ്ക്ക്.
ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ ഇതാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ഇതാ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത് മെട്രിക്സിൽ നിന്നും. പിന്നെ ഈ ക്വസ്റ്റ്യൻ എ ക്യൂബ് ഇസ് ഈക്വൽ ടു 125 ആണെങ്കിൽ വാല്യൂ ഓഫ് കെ എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. ഡിറ്റർമിനൻറ്റ് എത്രയാണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ത് വരും? കെ സ്ക്വയർ -4. ഓക്കെ, അപ്പോൾ എ ക്യൂബ് 125 ആണ്. അതായത് ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എയുടെ ക്യൂബാണ് കെ സ്ക്വയർ -4. ഓക്കെ, എ ക്യൂബ് 125 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ എത്ര വരും? ഡിറ്റർമിനൻറ്റ് ഓഫ് എ എത്ര വരും? ഡിറ്റർമിനൻറ്റ് ഓഫ് എ എത്ര വരും? ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ്. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. എ ക്യൂബ് 125 ആണ്, എ എത്രയാണ്? 5 ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? 5 ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ -4. therefore കെ സ്ക്വയർ ഈക്വൽ ടു 5 + 4 9. അപ്പോൾ കെ എത്രയാണ്? ±3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a square matrix of order 3/3 such that determinant of A equal to -3. അപ്പോൾ ഇത് എത്രയാണെന്ന് ഇതിനെ സ്പെക്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഞാൻ പ്രോപ്പർട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. 3/3 ആണ്. അപ്പോൾ ഇത് ഔട്ട് സൈഡ് വരുമ്പം ക്യൂബ് വരും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എ ട്രാൻസ്പോസ്. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോൾ എയുടെ ഡിറ്റർമിനൻറ്റും എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. ഇതും സെയിം ആണ് കേട്ടോ, രണ്ട് ഈക്വൽ ആണ്. ഇതിന് പകരം നമുക്ക് ഇത് തന്നെ എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? ഇവിടെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ -3 ക്യൂബ് ഇൻറ്റു -3 ഇൻറ്റു -3 ചെയ്ത് നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിംഗുലർ മെട്രിക്സ് ആണ് കെ. ഇത് ആദ്യം പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ചെയ്ത് നോക്കുക. ഇത് നോക്കാം. മറ്റേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എൻ്റെ തല ഇവിടെ ഉള്ളത് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് ചെയ്തോളാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ 2 ആണ്. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ. നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. 2 log x minus log x. മൈനസിൻ്റെ മൈനസ് പ്ലസ് ആയി. ഓക്കെ, ഇതിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 2. അപ്പോൾ 2 log x minus log x എന്താണ്? log x. log x ആണ്. 2 log x നിന്ന് ഒരു log x സബ്ട്രാക്ട് ചെയ്ത് എന്താ കിട്ടും? ഒരു log x കിട്ടും. അപ്പോൾ ഒരു log x ഉണ്ട്. അപ്പോൾ ഇത് എത്രയാണെന്ന് അതിനുണ്ട്? 2 അതിനുണ്ട്. log x ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ മതി? രണ്ട് സൈഡും എക്സ്പൊണൻ്റ് എടുത്താൽ മതി. രണ്ട് സൈഡും എക്സ്പൊണൻ്റ് എടുക്കുമ്പോൾ എക്സ്പൊണൻ്റ് ലോഗ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസലായി പോയിട്ട് എക്സ് ഈക്വൽ ടു എക്സ്പൊണൻ്റും ലോഗും ക്യാൻസലായിട്ട് എക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ലോഗ് e⁻x എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്നും e⁻log x എക്സ് ആണെന്നും ഒക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയോട് എന്തായിരുന്നേ? e². ഇതാണ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് തീർന്നു. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിൻ്റ് ആൻഡ് ഇൻവേഴ്സ് പഠിക്കാം. ഓക്കെ ഓക്കെ എ ബി ഇസ് ഈക്വൽ ടു 6i ആണിത്. ഐ ബിയുടെ വാല്യൂ കാണണം. ഓഫ് ബി എ ബി ഈക്വൽ ടു 6i. ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ ഇതിനെടുത്താൽ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. 6 പുറത്ത് വരുമ്പോൾ എന്താവും? ഓർഡർ 3 ആണേ. 6 ക്യൂബ് i എന്ന് വരും. i എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ
100 0 1 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആയിരിക്കും. എപ്പോഴും ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 6³ ഇൻറ്റു 1. ഡിറ്റർമിനൻ്റ് ഓഫ് എ 12 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 12 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 6³. Therefore ബി ഈസ് ഈക്വൽ ടു 6³/12 ചെയ്തോളുക കേട്ടോ. ഇതിലേതോ ഒരു ആൻസർ കിട്ടും. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഡിറ്റർമിനൻ്റ് അഡ്ജോയിനിൻ്റെ ടോപ്പിക്ക് കേട്ടോ. താങ്ക് യു.